മക്കളെ ചിന്തിക്കുക, മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും ഇക്കാലഘട്ടത്തിൽ നീ പൂർത്തീകരിച്ചിട്ട് പോകുന്നവനാണോ? ഇന്നത്തെ തലമുറയിലെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? മാതാപിതാക്കൾ അവരുടെ വിഷയത്തിൽ ജാഗരൂകരാണോ? ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ? കഞ്ചാവടിക്കാത്ത ചെറുപ്പക്കാരാരാണ്? ലഹരി നുടയാത്ത സഹോദരങ്ങൾ ആരാണ്? എത്രയോ മുസ്ലിം സമുദായത്തിലെ സഹോദര സഹോദരിമാർ ചെറിയ പ്രായത്തിലുള്ളതാകുന്ന മക്കൾ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും അടിമപ്പെട്ട യുഗത്തിലാണ് ഈ തലമുറ കഴിഞ്ഞു പോകുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ ബന്ധുക്കളിൽ, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളിൽ എത്രയോ ആളുകൾ അത്തരത്തിലുള്ള മലീമസമാകുന്ന ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നമ്മുടെ ഈ മഹല്ലത്തിലുണ്ട്, പരിസര മഹല്ലുകളിലുണ്ട്. അല്ലാഹു കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു നീ കാക്കണേ അല്ലാ, ഞങ്ങളുടെ പുതിയ തലമുറകളെ നീ കാക്കണേ അല്ലാ. ലഹരിക്കടിമപ്പെട്ട യുഗം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണ്ടേ, പറഞ്ഞു കൊടുക്കേണ്ടവർക്ക്. ഈമാൻ നഷ്ടപ്പെട്ടു പോകും ഒരൽപ്പം ലഹരി നുണഞ്ഞാലെങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാൻ പോയാ പിന്നെ കാഫിറല്ലേ, പച്ച കാഫിറാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരും ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞോ കള്ളു കുടിച്ചിട്ടുണ്ടോ, ലഹരി നുണയുന്ന ചെറുപ്പക്കാരാ സഹോദരാ, സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്, ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്. അലവി തങ്ങളുടെ ഉറൂസോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന മതവിജ്ഞാന വേദിയുടെ ആദ്യ ദിവസത്തിൽ തന്നെ നിന്റെ ഹൃദയത്തിലേക്ക് ഈ ഹദീസ് ഒന്ന് പതിയണേ, പതിയണേ. അതിലൂടെ നിനക്ക് നന്നാവാൻ ഉപകരിക്കുന്ന മദ്രസയായി മാറണേ. അല്ലാഹുവേ, ഞങ്ങളുള്ള ചെറുപ്പക്കാരെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ. ആരാണ് ലഹരി നുണഞ്ഞത്? അവനിൽ നിന്ന് ഈമാനിനെ, വിശ്വാസത്തെ ഉരപ്പെടുകയാണ്. കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ഇട്ടിരിക്കുന്ന നിസ്കാര കുപ്പായം, ഇട്ടിരിക്കുന്നതായ നീളക്കുപ്പായം, ഇട്ടിരിക്കുന്ന ഖമീസ് അല്ലാഹുവിന്റെ റസൂൽ തലവരി ഊരി കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇപ്രകാരം അവനിൽ നിന്ന് ഈമാൻ ഉരപ്പെട്ടു പോകുമേ. ഹകദാ ഹകദാ. അല്ലാഹുവിന്റെ റസൂൽ ഇട്ടിരിക്കുന്ന ഖമീസ് തലവഴി ഊരി കാണിച്ചിട്ട് പറയുകയാണ്, ഇതേ രീതിയിൽ പരിശുദ്ധമാക്കപ്പെട്ട ഈമാൻ നഷ്ടപ്പെട്ടു പോകുമേ. ഏതൊരു വ്യക്തി കള്ളു കുടിച്ചാൽ, ലഹരി നുണഞ്ഞാലെങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം അല്ലാഹുവും റസൂലും അതിശക്തിയുക്തം എതിർത്തതല്ലേ. ദുനിയാവും ആഖിറവും വിജയിക്കണമെങ്കിൽ പരിപൂർണമായി ലഹരി ഒഴിവാക്കൽ നിർബന്ധമാണ്. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ തീർച്ചയായും വിജയിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടതാണ് ലഹരി ഒഴിവാക്കലെന്ന് വിശുദ്ധമായ ഖുർആൻ. ലഅല്ല എന്ന പദം സാധാരണ രീതിയിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുക ലിത്തറജി, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം എന്നാണ് അർത്ഥം. എന്നാൽ ലഅല്ല ലിത്തഹഖീഖി, പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞാൽ, ലഅല്ല പറഞ്ഞാൽ ഉറപ്പായും വിജയമുണ്ടാകും എന്നാണ് അർത്ഥം വെക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജംഉൽ ജവാമിയിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ എങ്ങനെ അർത്ഥം? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ ഉറപ്പായും വിജയിക്കും. വിജയം ഉറപ്പാണ്. അല്ലാതെ കള്ളൂടി ഒഴിവാക്കി വിജയിച്ചേക്കാം എന്നല്ല.
വിജയം ഉറപ്പാണ്, സുനിശ്ചിതമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ദുനിയാവും വിജയിക്കും, ആഖിറവും വിജയിക്കും. ഇഹലോകവും പരലോകവും രണ്ടും വിജയം ലഭിക്കണമെങ്കിൽ ലഹരിയുടെ ഉപയോഗം പരിപൂർണമായി ഒഴിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിപൂർണമായി ഒഴിവാക്കണം, എങ്കിൽ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര ആളുകൾ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ വാക്യം കേട്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ ബദ്ധശ്രദ്ധ പതിപ്പിക്കുന്നവരുണ്ട്. എത്ര മോമിനീങ്ങളുണ്ട്. നമ്മളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നവരല്ലേ? ഖുർആനിൽ എത്ര ആളുകളായി ഈ ആയത്ത് കേൾക്കുന്ന ഇന്ന് വരെ അത് ശ്രദ്ധ ചെലുത്തിയ ആളുകളുണ്ടോ? സഹോദരങ്ങൾ, സഹോദരിമാർ, ചെറിയ പെൺമക്കൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും ഒക്കെ പഠിക്കുന്ന, +1നും +2നും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് ലഹരിയുടെ ബിസിനസ്സുകാർ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മാരകമാകുന്ന MDMA-യും LSD-യും ഒക്കെ ഉപയോഗിക്കുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് തലയിൽ തട്ടമിട്ട മുസൽമാന്മാരുടെ മക്കളാണ് എന്ന് പറയുമ്പോ എവിടെ എത്തിയിരിക്കുന്ന ഈ സമുദായത്തിന്റെ അവസ്ഥ? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നരകം വിലക്ക് വാങ്ങുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറിയിരിക്കുകയാണ്. നരകം വിലക്കെടുക്കാൻ, നരകത്തെ തൊട്ട് സൂക്ഷിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷെ നമ്മുടെ മക്കൾ നരകത്തിലേക്ക് ഓടിക്കേറുകയാണ്. അതിന് പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ. യഥാർത്ഥ രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാണ്. അവരാണ് യഥാർത്ഥ രക്ഷകർത്താവ്. അല്ലാതെ A+ കിട്ടിയതാകുന്ന മക്കളുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി സ്കൂളിലേക്ക് വലിഞ്ഞു കാടി കയറിപ്പോയി ഒപ്പിട്ട് കൊടുക്കുന്ന രക്ഷകർത്താവല്ല. രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷകർത്താവ് എന്ന ആ പൊസിഷൻ മനസ്സിലാക്കണം. എന്തിൽ നിന്നാണ് മക്കളെ രക്ഷപ്പെടുത്തേണ്ടത്? കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് നമ്മൾ നമ്മുടെ മക്കളെ രക്ഷിച്ചവരാണ്. ഇരിക്കുന്ന ഓരോ രക്ഷകർത്താക്കളും അത്തരത്തിൽ പ്രവർത്തിച്ചവരാണോ എന്ന ചിന്തയാണ് ആദ്യ ദിവസത്തിൽ നിങ്ങളോട് ചോദിക്കാറുള്ളത്. നൽകുന്ന ചിന്ത അതാണ്. മക്കളോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ചവരാണോ? അവരോടുള്ള ബാധ്യത നിർവഹിച്ചവരാണോ? അവരോടുള്ള ബാധ്യത, കടമകൾ പൂർത്തീകരിച്ചവരാണോ? ഓരോരുത്തരും ചിന്തിക്ക്. നരകത്തെ തൊട്ട് മക്കളെ കാത്തു സംരക്ഷിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? ഇല്ല എന്നാണ് പറയാനുള്ളത്. എങ്കിൽ തീർച്ചയായിട്ടും വലിയ വിപത്താകും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലിയകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും സ്വന്തം കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാത്രം കാത്ത് സംരക്ഷിച്ചാൽ പോരാ, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണേ, നിങ്ങളുടെ ഭാര്യയുടെ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണേ, നിങ്ങളുടെ കുടുംബത്തെ ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കുന്നവരാകണം നമ്മൾ. നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കുന്നവരാകണം നമ്മൾ. സ്വന്തം മാത്രം പോരാ, നമ്മുടെ കുടുംബത്തെ കാത്ത് സംരക്ഷിക്കുന്നവരാകണം. എത്ര ആളുകൾ അങ്ങനെ സംരക്ഷണ ചുമതല ഏർപ്പെടുത്തിയവർ എത്ര പേര് ഈ സദസ്സിലിരിക്കുന്നുണ്ട്? സഹോദരങ്ങളുടെ കൂട്ടത്തിൽ, സഹോദരിമാരുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ചിന്തിക്കുക. എത്ര പേരൊക്കെ അതിന് കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ? നരകത്തെ തൊട്ട് സംരക്ഷണം കിട്ടിയവരാണോ? സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ള മുസൽമാന്മാർ എത്ര പേർ? ഇന്നത്തെ നമ്മുടെ മക്കളുടെ പ്രവർത്തനം കൊണ്ട് അവനെവിടെയാണ്? രാവിലെ ഇന്ന് ഈ വാതിന്റെ മജ്‌ലിസിൽ മക്കൾ വന്നിട്ടുണ്ടോ? ഒന്ന് നോക്കിയോ, ചുറ്റും നോക്കിയോ. നമ്മുടെ മക്കൾ 5-6 പേരുണ്ടല്ലോ. എത്ര പേര് വന്നിട്ടുണ്ടോ നോക്കുന്നു. ആന അടിച്ചോണ്ട് അപ്പുറത്തിരിപ്പുണ്ട്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ചോറ് വിളമ്പും വരാ. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ.
എത്ര പേര് വന്നിട്ടുണ്ട് നോക്ക്. നമ്മുടെ മഹല്ലത്തിൽ തന്നെ എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര പേര് അതിന്റെ മജ്‌ലിസിൽ വന്നിരിപ്പുണ്ട്. ഇൽമിനോട് മഹബത്ത് വെക്കുന്ന, ഇൽമിനോട് താല്പര്യം വെക്കുന്ന സമുദായത്തിൽപ്പെട്ടതാകുന്ന ആളുകൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഔലിയാക്കളെയും അമ്പിയാക്കളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കാസർഗോഡുള്ള ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മുസൽമാന്മാർ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ എത്ര പേര് ദീനിന്റെ ആവേശത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്ന മോമിനീങ്ങൾ എത്ര പേരുണ്ട് ചിന്തിക്ക്. നമ്മൾ നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അവരോടുള്ള അമാനത്ത് നമ്മൾ നിർവഹിച്ചോ? മക്കളുണ്ട്, മക്കൾക്ക് റാഹത്തായിട്ട് 3 നേരം ഭക്ഷണം വെച്ചു കൊടുക്കുന്നു, അതല്ല വാപ്പാടെ ഉമ്മയുടെയും കടമ. മക്കൾക്ക് ഇഷ്ടം പോലെ വസ്ത്രം നൽകുന്നു, വാപ്പയുടെയും ഉമ്മയുടെയും കടമ അത് മാത്രമല്ല. മക്കൾക്ക് കൊടുക്കേണ്ട ദീനീ ബോധം നഷ്ടപ്പെടുത്താൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത്തിബു ഔലാദകും സലാസത ഖിസാൽ. നിങ്ങളുടെ മക്കൾക്ക് 3 കാര്യങ്ങൾ കൊണ്ട് അദബ് പഠിപ്പിക്കണേ, മര്യാദ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുബ്ബ നബിയകം. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ പ്രിയപ്പെട്ട വാപ്പ? അടയാളപ്പെടുത്തിയിട്ടുണ്ടോ പ്രിയപ്പെട്ട ഉമ്മ? മക്കളുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള മഹബ്ബത്ത്, ഇഷ്ടം, അനുരാഗം, ഇഷ്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ എപ്പോഴും റസൂലുള്ളാഹി ഓർക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ ഹയാത്താക്കും, ഉറപ്പാണ്. നിസ്കാരവും മുടക്കൂല. കാരണം നബിയുടെ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബ്ബത്ത് ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയാൽ അവനിൽ അതിന്റെ ശിആർ ഉണ്ടാകും, അവനിൽ അതിന്റെ വസ്ത്രവിധാനം ഉണ്ടാകും, അവനിൽ അവന്റേതാകുന്ന ശൈലി ഉണ്ടാകും. നബി തങ്ങളുള്ള മഹബ്ബത്ത്. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തോടുള്ള അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തി. മൂന്നാമതായി തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മക്കളെ പഠിപ്പിക്കുന്നെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 3 കാര്യങ്ങളാണ് മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. 3 കാര്യങ്ങൾ കൊണ്ട് മക്കളെ അദബ് പഠിപ്പിക്കണം. 1, ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളോടുള്ള മഹബ്ബത്ത്. 2, നബി തങ്ങളുടെ കുടുംബത്തോടുള്ള മഹബ്ബത്ത്. 3-മത്തത് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണം. ഈ 3 വിഷയത്തിലും മക്കളോടുള്ള കടമ പൂർത്തീകരിച്ചോ? ചിന്തിക്ക്. ഉണ്ടെങ്കിൽ മക്കൾ ഇന്ന് ഇശായിക്ക് പള്ളിയിൽ ജമാഅത്തിനുണ്ടായിരുന്നേനെ, റസൂലുള്ളാഹിയോട് മഹബ്ബത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ. അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുന്ന മക്കളാണ് എങ്കിൽ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കും. മജ്‌ലിസ് തീരുന്നത് വരെ പങ്കെടുക്കും, ഇൽമ കേൾക്കും, പഠിക്കും, അതനുസരിച്ച് അമൽ ചെയ്യും. നമ്മുടെ മക്കൾക്ക് അത് അടയാളപ്പെടുത്തിയിട്ടില്ല. നമ്മൾ സിനിമാ പാട്ടുകളും സിനിമാ ഗാനങ്ങളും അശ്ലീല ഗാനങ്ങളും വീടിനകത്തളങ്ങൾ തന്നെ ജനിച്ച് കളർന്നവർ കളിച്ച് വളരുന്ന മക്കളുടെ കൈകളിലേക്ക് തന്നെ ടാബ് കൊടുത്തിട്ട് ഇഷ്ടം പോലെ സിനിമയും സീരിയലും കാണാനും കാർട്ടൂണ് കാണാനുമുള്ള സൗകര്യങ്ങൾ ചെറുപ്പത്തിലേ നമ്മൾ കൊടുക്കാൻ. ഭക്ഷണം കഴിക്കാൻ നേരത്തും ടാബ് കൊടുക്കും, കളിക്കാൻ നേരത്തും ടാബ് കൊടുക്കുക. എപ്പോഴും തന്നെ കളി. കുട്ടികൾ 24 മണിക്കൂർ തന്നെ. എന്നാൽ അതിൽ തന്നെ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും? ചെയ്യൂല. ഇന്ന് വരെ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ടില്ല. ആവശ്യമില്ലാത്ത പാട്ടുകൾ, സിനിമാ പാട്ടുകളും അശ്ലീല ഗാനങ്ങളും കേൾപ്പിച്ച് കുട്ടികളുടെ ഹൃദയം മലീമസമാക്കി കളഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്ത് കടമയും കടപ്പാടും ആ സഹോദരങ്ങളെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ചിന്തിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെതാകുന്ന പോരാളി, ഇതിഹാസ ചരിത്രം വരിച്ചതാകുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ ആബിദ ബീഗം, മഹദിയവറുകളാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ അടക്കമുള്ളതാകുന്ന മക്കളെ പരിപൂർണമായി ദീനനുസരിച്ചുകൊണ്ട് ചിട്ടയോടുകൂടി വളർത്തിയത്. പഠിക്കണം നമ്മൾ.
ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. വാപ്പ മുഹമ്മദ് അലി ഖാൻ, മുഹമ്മദ് അലി ജൗഹറിന്റെ പ്രിയപ്പെട്ട പിതാവ് 5 വയസ്സ് മൗലാന മുഹമ്മദ് അലി ജൗഹറിനുള്ളപ്പോ മരണപ്പെട്ടു. മൗലാന മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹത്തിന്റെ ഉപ്പ മുഹമ്മദ് അലി ഖാൻ 5 വയസ്സ് പ്രായമേറി ഉള്ള സമയത്താണ് ഉപ്പ മരണപ്പെട്ടു പോകുന്നത്, മുഹമ്മദ് അലി ജൗഹർ. പിന്നീട് ആ മക്കളെ മുഴുവനും പോറ്റി വളർത്തിയത് പ്രിയപ്പെട്ട മാതാവാണ് ബീഗം ആബിദ എന്നവരാണ്. പഠിക്കണം, ഒരു ഉമ്മയാണ്. ഞാൻ ഈ സദസ്സിലുള്ള സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതെ, ഭർത്താവ് ഗൾഫിലായി പോയി, അതുകൊണ്ടാണ് മകൻ ഇങ്ങനെ കഞ്ചാവ് അടിച്ചു പോയത് എന്ന് ഉമ്മ പറയാൻ പാടില്ല. ഉമ്മയുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ ശഫീഉനാ റസൂലുള്ളാഹി. ഭർത്താവില്ലാത്തപ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ പരിപൂർണമായി ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത് ആരാണ്? പെണ്ണാണ്. നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ മാതാവാണ്. കുട്ടിയുടേതാകുന്ന രക്ഷകർത്താക്കളിൽപ്പെട്ട പ്രമുഖയാകുന്ന സഹോദരിയാണ് നിങ്ങൾ. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് നോക്കിയത്. അവരെ 9 മാസം 10 ദിവസം ഗർഭം ചുമന്ന് നടന്നത്, അവരെ നൊന്ത് പ്രസവിച്ചത്, 2 വർഷത്തോളം മുലയൂട്ടിയത്, അവരുടെ കാര്യങ്ങൾ ഇപ്പോഴും ശ്രദ്ധ ചെലുത്തുന്നത് ഒക്കെ നിങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാവേ, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഭർത്താവ് നാട്ടിലില്ല, ഗൾഫിലാണ്, അല്ലെങ്കിൽ നാട്ടിലുണ്ട്, എന്ത് തന്നെ ആയിക്കോട്ടെ, മക്കളുടെ വിഷയത്തിൽ ജാഗ്രത കൂടുതലായി പുലർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭർത്താവ് അതിൽ നിന്ന് ഒഴിവല്ല. ഗൾഫിലാണെങ്കിൽ പോലും നാട്ടിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം, മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണം. നാട്ടിലാണെങ്കിൽ അതിലേറെ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. സദാസമയം മക്കൾ വരുന്നുണ്ടോ, സ്കൂളിൽ പോകുന്നുണ്ടോ, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടോ, ട്യൂഷന് പോകുന്ന സമയം എത്രയാണ്, അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർ ആരാ, അവരുടെ ക്ലാസ് ടീച്ചർ ആരാ, നിരന്തരമായ ഒരു ബന്ധം അവരുമായിട്ടുണ്ടാവണം. ചില ഉപ്പമാര് സ്കൂളിലേക്ക് പോവുകയില്ല, പ്രോഗ്രസ്സായിട്ട് ഒപ്പിടാനും പോവില്ല, അല്ലാത്തതിനും പോവില്ല. കാരണം ഇവര് തന്നെ സ്കൂളിൽ പോയിട്ടില്ല ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ സ്കൂളെന്ന് കേൾക്കുന്ന വലിയൊരു അലർജിയാണ്. അങ്ങനെ ആകാൻ പാടില്ല. ബന്ധം വേണം, സ്കൂളുമായിട്ടൊരു ബന്ധം വേണം, മദ്രസയിലെ ഉസ്താദുമാരുമായിട്ട് ബന്ധം വേണം. എങ്ങനെയുണ്ട് പഠനം, ഇവിടം വരെ, എത്ര മണിക്ക് അവിടുന്ന് വിടുന്നു, എത്ര മണിക്ക് ക്ലാസ് തുടങ്ങുന്നു, ഇതൊക്കെ അന്വേഷിക്കണം. പഴയ തലമുറയിൽ ഇതൊക്കെ അന്വേഷിക്കുമായിരുന്നു. പുതിയ തലമുറയിൽ ഏതാ ക്ലാസ് എന്ന് ചോദിച്ചാൽ അറിയില്ല. എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇരുന്ന് എണ്ണാണ്. ഇപ്പൊ പറയാന്നു സുബ്ഹാനല്ലാഹ്, 33 സുബ്ഹാനല്ലാഹ് എല്ലിട്ട് പറയും, 7 8 തോന്നുന്നു. രണ്ടാമത്തോട്ട് വേണേൽ വിളിച്ചു ചോദിക്കും, ഫോൺ വിളിച്ചു ചോദിക്കാം, 8 ആണോ 7 ആണോ. അതാണ് നമ്മുടെ അവസ്ഥ. അതുപോലും കറക്റ്റ് അറിയില്ല. പേര് ചോദിക്കുമ്പോ തെറ്റാണ്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രി, നമ്മുടെ കോട്ടയത്തുള്ള ജില്ലാ ആശുപത്രി ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവിടെ ചീട്ട് എഴുതുന്നുണ്ട്. അപ്പൊ ചീട്ട് എഴുതി ഞാൻ ഒരാളെ കാണിക്കാൻ വേണ്ടി പോയതാണ്, നമ്മുടെ കുടുംബത്തിലെല്ലാം. അങ്ങനെ അവരെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആൾ അവിടെ വന്നു. അവരവിടെ വന്ന് അവരുടെ ചീട്ട് വായിച്ചു നോക്കിയപ്പോ കൂടെ വന്നിരിക്കുന്നത് മകളാണ്, പക്ഷെ പേരെഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് മകന്റെയാണ്. അപ്പൊ അവര് ചോദിച്ചു, എന്താണ് പെണ്ണ് മാറിപ്പോല, അതായത് കൂടെ മോളെ കൊണ്ടുവന്നിരിക്കുക, മോളെയാണ് കാണിക്കുന്നത് ഡോക്ടറെ അടുത്ത്. മോക്ക് പനിയായിട്ടാ വന്നത്. പേരെഴുതിയിരിക്കുന്ന ആടെയാണ്, മോന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. അതായത് അത്ര ശ്രദ്ധക്കുറവാന്നർത്ഥം, ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ തിരിച്ചു തന്നെ അവർ കൗണ്ടറിൽ പറയുമ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്നവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആദ്യം തോന്നിയിരുന്നത്, ഞങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ കാണിച്ചത് എന്ന് ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തു. ഇനി ഇപ്പോഴത്തെ കാലമല്ലേ, ആണിനെ പെണ്ണിനെ ഡ്രസ്സ് ഇടിച്ചുകൊണ്ട് നടക്കുന്ന കാലമാണ്. അപ്പൊ അങ്ങനെ അവന്റെ ആണെന്ന് കരുതി, അതുകൊണ്ട് ഞങ്ങൾ എഴുതി തന്നാണ് എന്ന് അവരുടെ പ്രശ്നം. ഞാൻ പറയാം, നമ്മുടെ കൗമിന്റെ ശ്രദ്ധക്കുറവാണ് ഈ പറയുന്നത്. ഇതൊന്നും അറിയില്ല, അലസനായി നടക്കുക, ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. പിന്നെന്താണ് ശ്രദ്ധ? എന്തിനാണ് നമ്മുടെ വിഷയത്തിൽ ശ്രദ്ധ? മക്കൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ പോലും എണ്ണം കറക്റ്റ് ആകാത്ത കാലഘട്ടം. പലർക്കും അതിൽ തെറ്റിപ്പോകുന്നു. എത്രാമത്തവനാണ് ഇവൻ ചോദിച്ചാൽ അറിയില്ല. അവന്റെ ക്ലാസ് ടീച്ചർ ആരാണ്, എവിടെയാണ് പഠിക്കുന്നത്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് ഡിവിഷനാണ്, എന്താണ് പഠിക്കുന്നത്, ഏതാണ് അവൻ എടുത്തിരിക്കുന്ന സബ്ജക്ട്, ഒരു വിവരവും ഇല്ല. ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. വാപ്പ ഇങ്ങനെ ചാരികസേരയിൽ ചാരിയിരിക്കുക, അഞ്ചാവടിച്ച് ഊതി വിടുക, ഇതന്നെ പരിപാടി. സിഗരറ്റ് വലിച്ച് തള്ളി വിടുക. പിന്നെ എങ്ങനെ മക്കൾ നന്നാവും? നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉത്തരവാദിത്തങ്ങളെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളായി അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ബീഗം ആബിദ അറിയണം, മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മയാണ്.
വിദ്യാഭ്യാസം കൊടുത്തു. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസം നുകർന്നിട്ട് ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി മൗലാന മുഹമ്മദ് അലി ജൗഹർ വീടിന്റെ വാതിക്കൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ചെരുപ്പിട്ടിറങ്ങിയ പൊന്നുമോന്റെ 2 തോളത്തെ കൈക്ക് പിടിച്ചുകൊണ്ട് ബീഗം ആബിദ എന്ന് പറയുന്ന പ്രായം ചെന്ന ഉമ്മ കൊടുക്കുന്ന ഉപദേശം, മോനെ, ഉപ്പ 5 വയസ്സ് സമയത്താണ്, നിനക്ക് 5 വയസ്സുള്ള സമയത്താണ് മരണപ്പെട്ടു പോയത്. നിന്നെ ഇതുവരെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മാതാവ് എന്ന നിലയ്ക്ക് ഞാൻ നിന്നോട് പറയട്ടെ, നിനക്കുള്ളതാകുന്ന ശിആറുകളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന തിരുസുന്നത്തുകളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നീ എടുത്തു കളയാൻ പാടില്ല. നിനക്കുള്ളതാകുന്ന ഈ ചെറിയ താടി, നിനക്കുള്ളതാകുന്ന ഈ തലയിലെ തൊപ്പി, ഇതൊന്നും ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാലും എടുത്തു കളയാൻ പാടില്ല. പ്രവാചകന്റെ തിരുസുന്നത്തുകളെ പരിപൂർണമായി മുറുകെ പിടിക്കുന്നവനാകണം. പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയവനാണ് നീ. ഖുർആൻ മനഃപ്പാഠമാക്കിയത് ഒരൽപ്പം പോലും കളയാതെ ഹൃദയാന്തരങ്ങളിൽ പരിപൂർണമായി ശ്രദ്ധ തിരുത്തി ഖുർആനിനെ സദാസമയം പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന നല്ല ഒരു മുതഅല്ലിമായിട്ട് വേണം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നീ പോയിരുന്നു കൊണ്ട് വിദ്യാഭ്യാസം നുകരാൻ. ഒരൊറ്റ ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നാലും നീ ഒരിക്കലും തഹജ്ജുദ് മുടക്കരുത് എന്ന് പറഞ്ഞ് ഉമ്മയാകുന്ന ബീഗം ആബിദ ബഹുമാനപ്പെട്ടതാകുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ഉപദേശം നൽകിയപ്പോ സ്നേഹത്തോടുകൂടി ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന വിദ്യാഭ്യാസം പരിപൂർണമായി സ്വായത്തമാക്കുകയാണ്. PhD എടുക്കുന്നതാകുന്ന ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ചുകൊണ്ട് പഠിക്കുന്ന ആ കാലയളവിൽ അദ്ദേഹത്തോടൊപ്പം പഠനം നടത്തിയതാകുന്ന ഖമറുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് പിന്നീട് കുറിച്ചു വെക്കുന്നു. ചരിത്രം സാക്ഷിയാണ്. ലണ്ടനിലെ ഏറ്റവും വലിയതാകുന്ന മരം കോച്ചു കൊടുപ്പുള്ളതാകുന്ന തണുപ്പുള്ള രാത്രിയിൽ പോലും ബഹുമാനപ്പെട്ടതാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മൗലാന മുഹമ്മദ് അലി ജൗഹർ രാത്രിയുടെ സമയങ്ങളിൽ ഏറ്റവും നല്ല തണുപ്പുള്ള സമയത്ത് പോലും ഒതു എടുത്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ എന്ന് ഖമറുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തോടൊപ്പം അക്കാലയളവിൽ പഠിച്ചതാകുന്ന കൂട്ടുകാർ, സുഹൃത്തുക്കൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ടതാകുന്ന മക്കളുടെ അവസ്ഥ എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ്? ഖുർആനുമായി ബന്ധമില്ല. തഹജ്ജുദ് നമസ്കാരം എഴുതി തള്ളി ഫർളായ നമസ്കാരങ്ങളെ പോലും ഗൗനിക്കുന്നില്ല. ഫർളിന് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ ഗൗനിക്കുന്നില്ല. ഖുർആൻ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, വിജയത്തിന്റെ കാറ്റലോഗായി പരിശുദ്ധ പ്രവാചകൻ പരിചയപ്പെടുത്തിയ വിശുദ്ധമായ ഖുർആനിനെ കാറ്റിൽ പറത്തിക്കളഞ്ഞു. ഖുർആനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഖുർആൻ ഖത്മ് തീർക്കാൻ ഈ സമുദായത്തിലെ മക്കൾ തയ്യാറല്ല. ആണോ അല്ലയോ? ഖുർആൻ എവിടെ നമ്മൾ കൈകൊണ്ട് തൊട്ട? റമദാൻ 27 രാവിലെ ഉസ്താദ് അതിന്റെ മഹത്വം പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് തൊട്ടു. അന്ന് അവിടെ തിരിച്ചു വെച്ചതാ. ഇനി അടുത്ത റമദാൻ 27 എടുക്കാം. അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ എന്തായി, ഹൃദയമൊക്കെ മാലിന്യമായി, നമ്മുടെ ഹൃദയമൊക്കെ കറ പിടിച്ചു, കറുകറുത്ത ഹൃദയമായി മാറി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബ കാനത് നുകതതൻ സൗദാ. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളിയായി അവശേഷിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഹൃദയത്തിലൊരു ചെറിയ പുള്ളിയായി അത് അവശേഷിക്കാം. അതിങ്ങനെ മാലിന്യമായി നിറഞ്ഞു. എത്ര തെറ്റാണ് നമ്മൾ ചെയ്തത്. ഇതൊക്കെ കഴുകി കളയണ്ടേ? ഹൃദയത്തിന്റെ മാലിന്യത്തെ നീക്കം ചെയ്യണ്ടേ? ودواء قلب 5 فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. ഹൃദയത്തിന്റെ മാലിന്യം കളയാൻ, ഹൃദയത്തിന്റെ അഴുക്ക് കളയാൻ, ഹൃദയത്തിന്റെ രോഗത്തെ തൊട്ട് പരിപൂർണമായ ശമനം ലഭിക്കാനുള്ള മരുന്നുകൾ 5 എണ്ണമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്കിയായിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ് മുസ്ലിമേ. വദവാഉ ഖൽബിൻ 5 ഫതിലാവ.
ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് പരിപൂർണമായി ശമനം നൽകുന്ന മരുന്നുകൾ അഞ്ചെണ്ണമാണ്. ഹൃദയം മലീമസമായ ചെറുപ്പക്കാരാ, ഹൃദയത്തെ മലീമസമാക്കിയ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ ഹൃദയം തെളിയാനുള്ള മാർഗം ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുകയാണ്. ഒന്നാമതായി ഫതിലാവത്തുന്, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. ബിതദബ്ബുരിൽ മഅനാ, ഖുർആനിന്റെ അർത്ഥശകലങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഖുർആനിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പാരായണമാണ്. ഇന്ന് എത്ര സമുദായമാണ്, ഏതെല്ലാം ചെറുപ്പക്കാരാണ് ഖുർആൻ പാരായണം അറിയാവുന്നതായ മക്കളല്ലേ? സമസ്തയുടെ സിലബസിലൂടെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയതാകുന്ന മക്കളല്ലേ? ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യാൻ അറിയുന്ന സഹോദരിമാരല്ലേ? എത്ര പേരാണ് ഈ കഴിഞ്ഞ റമദാനിൽ ഒരു ഖത്മും പൂർത്തീകരിച്ചത്? എത്ര പേർ ഒരു ഖത്മും പൂർത്തീകരിച്ചവർ? എത്ര പേർ? പരിശുദ്ധമായ ഖുർആൻ റമദാൻ 1 മുതൽ 27-ാം ദിവസം വരെ ഖുർആൻ ഹാഫിളീങ്ങളാകുന്ന മക്കൾ പരിശുദ്ധമായ തറാവീഹ് നിസ്കാരത്തിൽ ഖത്മ് തീർത്ത് 27-ന് പരിശുദ്ധമായ ഖുർആൻ ഖത്മ് തീർത്തിട്ട് യാത്ര പറഞ്ഞവരുണ്ട്. 27 ദിവസം കൊണ്ട് ഖുർആൻ നിസ്കാരത്തിൽ ഖത്മ് തീർത്തു അല്ലേ? തറാവീഹ് നിസ്കാരത്തിൽ അങ്ങനെ കാസർഗോഡില്ലേ? നമ്മളെ അലന്തരയുടെ ആൾക്കാർ, അലന്തര നമുക്ക് മറക്കാൻ പറ്റൂല, വല്യപ്പം മുതൽ തുടങ്ങിയ ആയിക്കോട്ടെ. ആണോ? ഹാഫിളീങ്ങളെ ആൾക്കാരില്ലേ ഇവിടെ? ഉണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ എന്താ ചെയ്യുന്ന, അലന്തര മുതൽ താഴോട്ട് വന്ന ഹത്തീബ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവിടെ പോകുള്ളൂ. ഉസ്താദിനൊരു കുലുക്കി സർബത്തൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വേഗം തീർക്കട്ടെ ഉസ്താദേ, റാഹത്ത്. ആ പരിപാടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അല്ലേ? മറ്റേത് ഒരു അരമണിക്കൂറും കൂടി വൈകുള്ളൂ. എന്നാലും നമുക്ക് ആ അരമണിക്കൂറും കൂടി നിസ്കരിക്കാൻ വയ്യ, ബുദ്ധിമുട്ടുണ്ട്. സീരിയലൊക്കെ കണ്ടു തീർക്കാനുള്ള നേരത്തെ പോയി കിടക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഹൃദയത്തിന്റെ മാലിന്യം പരിപൂർണമായി ഇല്ലാതാക്കാൻ, അസുഖങ്ങളിൽ നിന്ന് ഹൃദയത്തെ സ്ഫുടം ചെയ്യാൻ എന്താ വരുന്നത്? ഖുർആൻ ഓതണം. കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. കിട്ടുന്ന സമയമൊക്കെ ഖുർആൻ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കാൻ. യാത്രവേളയിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉള്ളവൻ ആപ്പ് സ്റ്റോർ വഴിയും പ്ലേ സ്റ്റോർ വഴിയൊക്കെ സാധിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഐഫോൺ ഉള്ളവനും ഒക്കെ ഖുർആൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ചെറിയ MB മതി. എന്നിട്ട് എന്ത് ചെയ്യാം? മൊബൈൽ കൊണ്ട് നടക്കുക. യാത്രയിലാവുമ്പോൾ അതേ പറ്റും. അപ്പൊ ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഓതുക. കാരണം മൊബൈലിലെ ഖുർആനിലെ ഒറിജിനൽ ഖുർആനായി ഉലമാക്കൾ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതുമായിട്ട് ബാത്റൂമിൽ പോകാൻ പറ്റുന്നത്. മൊബൈലിനകത്ത് ആപ്ലിക്കേഷൻ മുഖേന എന്തുണ്ട്? ഖുർആനുണ്ട്. അത് വെച്ചുകൊണ്ട് അവിടെ പോകാം, ടോയ്ലറ്റിൽ പോകാം. കാരണം എന്തുകൊണ്ട്? അത് ഒറിജിനൽ മുസഹഫായിട്ട് പരിഗണിക്കുന്നില്ല. പക്ഷെ യാത്രാവേളയിൽ നിനക്ക് ഉപകരിക്കും. ബസ്സില്, ട്രെയിനില് നിനക്കൊരു മുസഹഫ് കൊണ്ടുപോയി അത് അതിന്റെ ആദാബും ഗുരുത്വവും അനുസരിച്ച് സൂക്ഷിക്കൽ പ്രയാസകരമാണ് എങ്കിൽ നീ ഒരു മൊബൈലിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് യാത്രാവേളയിൽ ഖുർആൻ പാരായണം ചെയ്യും. എത്ര സൂറത്ത് ഓതാം, എത്ര ഖത്മ് തീർക്കാം. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കഥ പറയുക, മൊബൈലിനകത്ത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ അശ്ലീലമായ വീഡിയോ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, അതും ഇതൊക്കെ ഇങ്ങനെ കറങ്ങി ടെലഗ്രാമിൽ പോയി 2 സിനിമയും കണ്ട് തിരിച്ചു വരും. ഇതന്നെ പരിപാടി. എത്രയാണ് സമയങ്ങൾ കളയുന്നത്? നമ്മുടെ ചെറുപ്പക്കാരെന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്? ഖുർആൻ ഒരു പേജ് നമ്മൾ ഓതലുണ്ടോ? ഖുർആനോടുള്ള അമാനത്ത് നമ്മൾ വീട്ടിയിട്ടുണ്ടോ സഹോദരങ്ങളെ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബാ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സഹാബ. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതണം. യുദ്ഫഉ അൻ മുസ്തമിഅൽ ഖുർആൻ ബൽവ ദുനിയാ വഅൻ താരിൽ ഖുർആൻ ബൽവൽ ആഖിറ.
പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തേ, അത് കാസറ്റിനാകട്ടെ വാതിലൂടെ ആകട്ടെ, ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നവർക്ക് അല്ലാഹു ഭൗതിക ലോകത്തെ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി വഅൻതാനിൽ ഖുർആൻ ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ഏതൊരു സഹോദരനുണ്ടോ ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് കാവൽ കിട്ടും. ആഖിറം എന്ന് പറഞ്ഞാൽ മരണം മുതൽ തുടങ്ങി അവന്റെ ഖബറും മഹ്ശറും ഒക്കെ അല്ലാഹു എളുപ്പമാക്കി തരും ഖുർആൻ ഓതുന്നവർക്ക്. ഹൃദയം തെളിയുക മാത്രമല്ല, ഇപ്പോ എന്തുകൂടി ഉണ്ടായി, ആഖിറത്തിലേതാകുന്ന വിപത്തുകളെ തൊട്ട് കാവൽ കിട്ടും. ദുന്യാവിന്റെ എല്ലാ ബലാമുസിബത്തുകളെ തൊട്ട് സംരക്ഷണം ലഭിക്കും ഖുർആൻ കേട്ടാൽ. ഖുർആൻ കേട്ടാൽ നമ്മളിത് രണ്ടുമില്ല, ഖുർആൻ കേൾക്കുന്നില്ല, സിനിമാ പാട്ടും അശ്ലീലമായ പാട്ടുകളും അശ്ലീല ഗാനങ്ങളും കേട്ടുകൊണ്ട് നിലകൊള്ളുക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പിന്നെ എങ്ങനെ നമ്മളെ ഹൃദയം തെളിയും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമൽ ഏതാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ്. സഹാബത്തിന് മനസ്സിലായില്ല. വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന അമൽ ഇദാ ഖതമ ഖതമത ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ പാരായണം ചെയ്താൽ വീണ്ടും ഫാത്തിഹ സൂറത്ത് മുതൽ തുടങ്ങി വെക്കലാണ് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫാത്തിഹ തുടങ്ങി നാസ് വരെ കൊണ്ട് അവസാനിച്ചു, ഖത്മ് തീർന്നു. വീണ്ടും എന്ത് ചെയ്യണം? ഫാത്തിഹ വീണ്ടും തുടങ്ങി വെക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. ഫാത്തിഹയും അൽബക്കറയുടെ ഒരു 5 ആയത്തെങ്കിലും ഓതി വെച്ചിട്ട് ഖുർആൻ മടക്കി വെക്കാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ കറാത്ത് മറാത്ത് ആവർത്തിച്ച് ഖുർആൻ ഇങ്ങനെ ഖത്മ് തീർത്തുകൊണ്ടിരിക്കുക. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അള്ളാഹുവിന്റെ കലാമാണല്ലോ, അതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അള്ളാഹുവിന്റെ കലാമല്ല സംസാരിക്കുന്നത്. സുബഹി കഴിഞ്ഞിട്ട് ഫനാടൻ വസാദിന്റെ കിതാബ് എടുക്കും, തൊട്ടടുത്ത ചായക്കടയിൽ പോയിരുന്നു. ഓ വലിയ മുദരിസ ദർശനത്ത് എങ്ങനെ ദർശനത്ത് സുബഹികരിച്ചിട്ട് തൊട്ടപ്പുറത്ത് പോയിരുന്നിട്ട് ഫനാ ഫസാദിന്റെ കിതാബ് 8 ഭാഗത്ത് ഓതി കൊടുക്കും. 8 ചായയും കുടിക്കും, 3 പത്രവും വായിക്കും, നാട്ടുകാരുടെ മുഴുവൻ ഫനായും ഫസായും. ഇതാ പരിപാടി ഡെയിലി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതായിപ്പോ പരിപാടി. പള്ളിക്കകത്തിരുന്നാലോ, പള്ളിയിൽ മിമ്പറിൽ കിടക്കുന്ന തസ്ബീഹ് മുഴുവൻ ഹാജിയാറെ കഴുത്തേലുണ്ട്, കഴുത്തേലും കയ്യേലും എല്ലാം ഉണ്ട്. എന്നാ വല്ലതും ചെല്ലുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ് ചെല്ലുന്നില്ല, ഉള്ളത് മുഴുവൻ ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നടക്കും. മിമ്പറിന്റെ അവിടെ കാലയിട്ടിരുന്ന സാധനമാണ്, ഹാജിയാറെ കഴുത്തേ കിടക്കാണ്. ഇപ്പൊ ചെല്ലാനിട്ട് ആർക്കും കൊടുക്കത്തുമില്ല, ഹാജിയാർ ഇങ്ങനെ ഫന പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതല്ലേ നടക്കുന്നത്? എന്തെങ്കിലും ദിക്ർ ചെല്ലുന്നുണ്ടോ? എന്തെങ്കിലും ഔറാദുണ്ടോ? എന്തെങ്കിലും അമലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടോ? എത്ര ഖത്മ് ഓതി? പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. വിശുദ്ധ റമദാനിൽ പകൽ ഒരു ഖത്ം, രാത്രിയിൽ ഒരു ഖത്ം. മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാം, നമ്മളിൽ എത്ര പേര് ഓതിയിട്ടുണ്ട് ചിന്തിക്ക്. ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ അയിമ്മത്തുകളുടെ ഒക്കെ ജീവിതം എങ്ങനെയാണ്? റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഈ നിലകൊള്ളുന്ന വിശുദ്ധമാക്കപ്പെട്ട ശവ്വാലിന്റെ ദിവസങ്ങളിൽ പോലും ഒരു ഖത്ം എല്ലാ ദിവസവും ഓതും. ഒരു ഖത്ം ഓതി തീർക്കും. ഒരു പേജല്ല, ഖുർആൻ ഒരു വട്ടം പൂർണ്ണമായി തുടക്കം മുതൽ അവസാനം വരെ ഓതും. എല്ലാതും. അവരൊക്കെയാണ് ഖുർആനിനോടുള്ള അമാനത്ത് വീട്ടിയവർ.
നമ്മൾ മക്കളെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, കഞ്ചാവ് പഠിപ്പിച്ചു. അതാണിപ്പോ ഉണ്ടായത്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മനസ്സിലാക്കി ഖുർആൻ ഓതണം, എങ്കിൽ ഹൃദയം തെളിയും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഹാദിൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദു. തീർച്ചയായും ഈ ഹൃദയത്തിന് കറ പിടിക്കും സ്വഹാബ, ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്. ഹൃദയത്തിന് കറ പിടിച്ചാൽ അത് തെളിച്ചെടുക്കാനുള്ള മാർഗം ഏതാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഹൃദയത്തെ നന്നാക്കി എടുക്കാൻ പറ്റും സഹാബ. ഒന്ന് ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ്. രണ്ടാമത്തത് വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ചിന്ത ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ, ഏതൊരു സഹോദരിയുടെ ഹൃദയത്തിലുണ്ടോ, അവന്റെ നമസ്കാരങ്ങൾ ചിട്ട വരുകയാണ്, അവന്റെ നോമ്പുകൾ കൃത്യത വരുകയാണ്, അവന്റെ ദിക്റുകൾക്ക് ഗാംഭീര്യം വരുകയാണ്, അവന്റെ ഔറാദുകൾക്ക് ഇഖ്ലാസ് കടന്നു വരുകയാണ്. കാരണം ഞാനിതാ മരിക്കാൻ പോവുകയാണ്, ഞാനിതാ ഖബറിലേക്ക് പോകുകയാ, അടുത്ത സെക്കൻഡിൽ ഞാനിതാ ഇല്ലാതാവുകയാണ്. ദിക്റുൽ മൗത്ത്, അവനവന്റെ സ്വന്തം മരണത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഹൃദയം നന്നാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാതെ ഒന്നും ഹൃദയം നന്നാവൂല. ഞാൻ മരിക്കും, ആ ചിന്ത വരണം, അല്ലാതെ മരണചിന്തയല്ല. പിന്നെന്ത് വരണം? ഞാൻ മരിക്കും, ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കും, ഞാൻ മരിക്കും, ആ ഒരു ചിന്ത വരണം. അല്ലാതെ അവൻ മരിക്കും, ഹാജിയാര് മരിക്കാറായിട്ടുണ്ട്, ഒരു മനസ്സിലൊന്നും അനങ്ങൂല. ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത ഓരോരുത്തർക്കും ഉണ്ടോ? അവനവന്റെ സ്വന്തം മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ ഹൃദയം തെളിയുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട്, ഖുർആൻ ഓതണം. നബിതങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൃദയം തെളിയാൻ. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ. ഖുർആനിന്റെ അർത്ഥ തലങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം ചെയ്യണം. അപ്പൊ കരയും, അപ്പൊ ഹൃദയം തെളിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട്, ഹൃദയം തെളിയാനുള്ള 5 മാർഗങ്ങൾ പറഞ്ഞതിൽ, ഇമാമിങ്ങൾ പറഞ്ഞതിൽ രണ്ടാമത്തത് വലിൽ ബത്തനിൽ ഖല, ഒഴിഞ്ഞ വയറ് വേണം. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തോടുള്ള കൊതിയും താല്പര്യവും കുറയ്ക്കണം. അതിനോട് വലിയ താല്പര്യം ഉണ്ടാവരുത്, ചുരുക്കണം. മാസത്തിലൊരു 3 നോമ്പെങ്കിലും പിടിക്കണം. അയ്യാമുൽ ബീദ്, അറബി മാസം 13, 14, 15, പറ്റുമെങ്കിൽ അറബി മാസം 27, 28, 29 അയ്യാമു സൂദ് പിടിക്കാൻ സാധിക്കുമെങ്കിൽ പിടിക്കും. തിങ്കളും വ്യാഴവും പറ്റുമെങ്കിൽ ആഴ്ചയിൽ 2 നോമ്പ് പിടിക്കൻ. എന്തേ നബിയെ തിങ്കളുടെ പ്രത്യേകത? ഫീഹി വുലുതു, ഇതേപോലെ ഒരു തിങ്കളിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പറ്റുമെങ്കിൽ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കൻ, വ്യാഴാഴ്ച ദിവസം നോമ്പ് നോൽക്കൻ. പറ്റുന്നവർ അറബി മാസത്തിന്റെ ആദ്യത്തെ 10 നോമ്പ്, അത് തിങ്കളോ വ്യാഴമോ ഏതെങ്കിലും ആകട്ടെ, രണ്ടാമത്തെ 10 അതേപോലെ, മൂന്നാമത്തെ 10 അങ്ങനെ. ഇങ്ങനെയൊക്കെ നോമ്പ് നോറ്റുകൊണ്ട് കൂടി ആരോഗ്യം ശ്രദ്ധിക്കൻ. സൂമു തസിഹു നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ നോമ്പ് നോൽക്കിൻ, ആരോഗ്യമുള്ളവരാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ല റമദാൻ കഴിയുമ്പോ നല്ല റാഹത്തിൽ ഷുഗറൊക്കെ ഉള്ള കുറച്ചും കൂടി മധുരം എടുത്ത് അടിക്കുക, ഷുഗർ എങ്ങനെയും കൂട്ടി മയ്യത്താവാൻ വേണ്ടി. ഷുഗർ കുറഞ്ഞിട്ട് നല്ല നോർമൽ ആയിട്ടുണ്ട്. കാരണം എന്താ? ആവശ്യമില്ലാത്ത പഴയ പോലുള്ള ഫുഡ് അടിയൊന്നുമില്ല. റമദാനായപ്പോ ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ശരീരമൊക്കെ ഒന്ന് ഒതുങ്ങി റെഡിയായി. റമദാൻ കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച കൊണ്ട് തന്നെ പഴയ പോലത്തിലാവും ആചാര ഫുഡ് അടി കാരണം. എന്നാലും ആചാരം എന്തായി? മനസ്സിനൊരു സന്തോഷം. അൽഹംദുലില്ലാഹ് റമദാൻ 30 നോമ്പ് കിട്ടി. കാരണം എന്താ? ഹദീസാണത്. സൂമു തസിഹു, നിങ്ങൾ നോമ്പ് നോൽക്കിൻ, ആരോഗ്യമുള്ളവരാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നോമ്പ് നോൽക്ക്. പഴയ കാലഘട്ടത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ശീലമൊക്കെ എടുത്തു മാറ്റി റമദാനിൽ മാത്രം ഒതുങ്ങി. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. റമദാൻ കഴിഞ്ഞിട്ട് എത്ര പേര് ശവ്വാലിന്റെ 6 നോമ്പ് പിടിച്ചു? മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാലിൻ കാന കസിയാമി ദഹരി കുല്ലി.
ആരെങ്കിലും റമദാനിൽ മുഴുവനും നോമ്പ് നോൽക്കുകയും പെരുന്നാളിനോട് തുടർത്തി ഒരു 6 ദിവസം അടുപ്പിച്ച് ശവ്വാലിന്റെ 6 നോമ്പ് സുന്നത്തായ അതിമുഅക്കദായ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പ് പിടിക്കുകയും ചെയ്താൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റവന് പ്രതിഫലം അവന് രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര പേര് നമ്മൾ നോമ്പ് നോറ്റു? റമദാനിൽ തന്നെ ഉസ്താദെ ബത്തക്ക അടിച്ച് ജ്യൂസ് അടിച്ച് കുടിച്ച് ഒരു വിധത്തിൽ നോമ്പ് പിടിച്ചു. ഇനി വയ്യ ഉസ്താദ്. അതാണ് നമ്മുടെ അവസ്ഥ. 6 നോമ്പിന്റെ സമയത്ത് എല്ലാരും വിടുന്ന ഡയലോഗ് എന്താ? ശവ്വാല് തീരുന്നതിന് മുമ്പ് പിടിച്ചാൽ മതിയല്ലോ. അപ്പൊ ശവ്വാല് തീരാറായി, ആചാരത്തോളം പിടിച്ച് ഒരെണ്ണം പോലും പിടിച്ചില്ല. ആ സമയത്ത് വിടുന്ന ഡയലോഗ് ഇതാണ്, പിന്നെ പിടിച്ചാൽ മതിയല്ലോ, സുന്നത്തല്ലേ ഉസ്താദേ. കഴിഞ്ഞ് ഹലാക്കായിട്ടുണ്ട്, അത് ഏകദേശം തീരുമാനമായി. അതൊക്കെ പിടിക്കണം, അപ്പോഴല്ലേ നമ്മൾ യഥാർത്ഥ മോമിനീങ്ങളാവുക. റമദാനിൽ സ്ത്രീകൾക്ക് 6-7 ദിവസം അശുദ്ധിയുടെ കാലയളവിൽ പിടിക്കാൻ പറ്റാത്ത നോമ്പ് അൽഹംദുലില്ലാഹ് നിയ്യത്ത് വെച്ചിട്ട് പിടിക്കാൻ, ഇതിലൂടെ അങ്ങ് വിടുക. ശവ്വാലിന് 6 നോമ്പും കിട്ടി, ആ പിടിച്ചു വിട്ടാനുള്ള നോമ്പും റാഹത്തായിട്ട് പിടിച്ചു വിടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിയ്യത്ത് വെക്കാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഞാനതാ പറഞ്ഞത്, നമ്മൾ ദീനിയായ വിഷയങ്ങളിലൊക്കെ പുറകോട്ട്, എല്ലാം പിന്നാകട്ടെ. ഒരു കല്യാണം വന്നു, ഒരു വിഷയം വന്നു, സൽക്കാരം വന്നു, പിന്നാകട്ടെ എന്നുള്ള ചിന്തയില്ല. തലേന്ന് തന്നെ 3 ദിവസം മുമ്പ് പായും തലേണയായിട്ട് പോവാൻ, റാഹത്തായിട്ട് വിരിച്ചു കിടക്കാൻ. അവസാനം വീട്ടുകാർ പറഞ്ഞു വിടണം, എന്നാലേ പോവുള്ളൂ. ദീനിന്റെ വിഷയത്തിലൊക്കെ പുറകോട്ട്, ദുനിയാവിന്റെ വിഷയത്തിലൊക്കെ ബാക്കി മുന്നോട്ട്. അങ്ങനെ ആയി പോയി, അങ്ങനെ ആകാൻ പാടില്ല. ദീനിന്റെ വിഷയം വിട്ടുകളയരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒഴിഞ്ഞ വയറുമായി നിലകൊള്ളുന്ന ആള് അഥവാ വിശപ്പും മറ്റുള്ളവരുടെ ദാഹവും ബുദ്ധിമുട്ടുകളും തിരിച്ചറിയുന്ന വ്യക്തി തീർച്ചയായിട്ടും അവന്റെ ഹൃദയം തെളിയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫലസ്തീന മക്കളെ നിങ്ങളൊന്ന് എടുത്തു നോക്കണേ. നെറ്റിത്തടത്തിൽ നിന്ന് ചുടുനണങ്ങൾ പുറത്തേക്ക് ഒഴുകുമ്പോൾ പോലും അല്ലാഹു അഹദ് എന്ന തൗഹീദിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് ഫലസ്തീനിലെ മക്കൾ. ഇസ്രായേൽ പട്ടാളത്തിന്റെ നരനായാട്ട് മൂലം പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ഫലസ്തീനി മക്കൾ 20,000-ത്തിലധികം കുട്ടികളാണ് മരണപ്പെട്ടു പോയത്. എത്രയെത്ര കുട്ടികളാണ് മരണപ്പെട്ടു പോയത്, എത്രയെത്ര കുട്ടികളാണ് അപകടത്തിൽപ്പെട്ട് നിലകൊള്ളുന്നത്. നെറ്റിത്തടത്തിൽ നിന്ന് നെറ്റിയിലേക്ക് നിറകളിക്കുന്നതായ ചുടുനണങ്ങൾ, ആ രക്തം മുഖത്തിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ പോലും അല്ലാഹു അക്ബർ എന്നുള്ളതാകുന്ന ബാങ്കിന്റെ മുഴങ്ങിയാൽ, ബാങ്കിന്റെ ബാങ്കുലി മുഴങ്ങിയാൽ നിസ്കരിക്കാൻ തയ്യാറാകുന്ന മക്കളല്ലേ. 300ഓളം അധികം വരുന്ന പള്ളികൾ തകർക്കപ്പെട്ടു പോയിട്ട് പോലും നിസ്കരിക്കാൻ ഞങ്ങൾക്കൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്ന മക്കളല്ലേ. എന്റെയും നിങ്ങളുടെയും മക്കൾ പരിശുദ്ധമാക്കപ്പെട്ട പള്ളി ഉണ്ടായിട്ട് പോലും അവ്വൽ വഖത്തിൽ നമസ്കരിക്കാൻ തയ്യാറാകാത്ത തലമുറകളായി നമ്മുടെ മക്കള് മാറിയില്ലേ. എന്തുകൊണ്ടാണ്? ഹൃദയം തെളിയാത്തത് കൊണ്ടാണ്. വലിൽ ബത്നിൽ ഖലാ, ഒഴിഞ്ഞു നിൽക്കുന്ന വയറുകൾക്ക് മാത്രമാണ് ഹൃദയത്തിന് തെളിച്ചമുണ്ടാവുക എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഒഴിഞ്ഞ വയറുകൾക്ക് മാത്രമേ അങ്ങനെ തെളിച്ചുണ്ടാവുള്ളൂ. അവരല്ലാഹുവിനെ ഓർക്കും. വയറ് ഫുള്ള് നിറഞ്ഞ പിന്നെ നിസ്കാരം ഉണ്ടാവൂല. ഉദാഹരണം, ഞായറാഴ്ച ദിവസം, ഇന്നത്തെ ദിവസം കല്യാണത്തിന് പോയി, നല്ല മട്ടൻ ബിരിയാണി അടിച്ചു. പിന്നെന്താ പരിപാടി? വേഗം ഉറങ്ങണം. അസറിന് പള്ളി നേരത്തെ പോയി ഖുർആൻ കുറച്ച് ഓതാം. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ഇനി വീട്ടിൽ പോയിട്ട് രാഹത്തായിട്ട് AC ഒക്കെ ഇട്ട് സുഖമായിട്ട് ഉറങ്ങാം. അസർ പോയി, മഗ്‌രിബിന് തൊട്ട് മുമ്പ് ലെവലില്ലാതെ എഴുന്നേറ്റ്. അപ്പോൾ ഓർത്ത് തന്നാൽ കുറച്ചു നേരം പോയി വാത് കേട്ടോ. ഇച്ചിരി നേരം കേട്ടോണ്ടിരുന്നപ്പോൾ ഓർത്ത് ഇനി ഉറങ്ങിയേക്കാം. അങ്ങനെ എഴുന്നേറ്റും പോയി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലേ നമുക്ക് അവസ്ഥ? യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഖുവ്വത്തുണ്ടാകണം, ആരോഗ്യം ഉണ്ടാവണം, നിസ്കരിക്കണം. നമ്മൾ നേരെ തിരിച്ചാൽ ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങണം. അതാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അപ്പൊ ഒഴിഞ്ഞ വയറുണ്ടെങ്കിൽ ഇബാദത്തുകൾക്ക് ആർജവം ഉണ്ടാകും. വയറ് നിറച്ചാൽ ഇബാദത്തിന് യാതൊരു താല്പര്യം ഉണ്ടാവൂല, നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് തറാവീഹ് നിസ്കരിക്കാൻ ചിലർക്ക് മടി. എന്താ കാരണം? നോമ്പ് തുറന്നു കഴിയുമ്പോൾ നല്ല റാഹത്തായിട്ട് ഫുഡ് അടിച്ചു, ഇനിയിപ്പോ തറാവീഹോ 8 റക്അത്തുള്ള ഖൗമിന്റെ കൂടെ അതാ നല്ലത്. പിന്നെ അങ്ങനെയായി. അപ്പൊ പിന്നെ അതിന്റെ ആയത്തും ഹദീസും തപ്പി നടക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളെ ചേർക്കണേ അല്ലാ. وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء
ഹൃദയം തെളിയാനുള്ള മാർഗം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്, രാത്രിയിലുള്ള നമസ്കാരമാണ്. തഹജ്ജുദ് നമസ്കരിക്കാൻ തയ്യാറാകണേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പാപമോചനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന സാലിഹീങ്ങളായ മക്കളായി അല്ലാഹുവേ ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. രാത്രിയിലുള്ള തഹജ്ജുദ് നമസ്കാരം കൊണ്ട് നിന്റെ ഹൃദയം തെളിയുമേ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തീർന്നില്ല. വത്തദറഉ ബിസ്സഹർ, അത്താഴ സമയത്ത് രാവിലെ സുബഹിക്ക് മുമ്പ് അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റ് wudu എടുത്തുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ഉന്നതനാകുന്ന പടച്ച റബ്ബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഓർത്തുകൊണ്ട് അല്ലാഹുവേ ഞാൻ കള്ളു കുടിച്ചു പോയ അല്ലാ, വ്യഭിചരിച്ചു പോയ അല്ലാ, സിനിമ കണ്ടുപോയ അല്ലാ, സീരിയൽ ദർശിച്ചു പോയ അല്ലാ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുപോയ അല്ലാ, ഹറാമായ കാഴ്ചകൾ എന്റെ കണ്ണുകൾ കണ്ടുപോയ അല്ലാ, എന്റെ കൈകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് ഞാൻ പിടിച്ചുപോയി, ചാറ്റിംഗ് നടത്തിപ്പോയി, എന്റെ കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടന്നുപോയി, നീ എനിക്ക് പൊറുക്കണേ അല്ലാ എന്ന പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി നിലകൊള്ളുന്നവരെ, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനത് കാരണമാണ്, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറക്കാനത് കാരണമാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി നിലകൊള്ളുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗീയമാകുന്ന ഉദ്യാനങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ഈ ദുനിയാവിൽ ചെയ്തു പോയതാകുന്ന സകല തിന്മകളും സകല തെറ്റുകുറ്റങ്ങളും ഓർത്തുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതായ ഏതൊരു മുസ്ലിം സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ അഖിലവും പുറത്തു നൽകുന്നവനാണ്. ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما. അല്ലാഹുവേ, ഞാൻ സിഗരറ്റ് വലിച്ചവനാണ്, ഞാൻ കള്ളു കുടിച്ചവനാണ്, ഞാൻ വ്യഭിചരിച്ചവനാണ്, ഞാൻ കഞ്ചാവ് അടിച്ചവനാണ്, ഞാൻ മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി ജീവിതത്തിൽ നടന്നു പോയവനാണ്. അല്ലാ, എന്നെ വഴിപിഴപ്പിച്ചതാകുന്ന കൂട്ടുകാരാണ്. അല്ലാ, എന്റെ പാപങ്ങൾ നീ പുറത്തു നൽകണേ. അല്ലാ, അറിയാതെ ചെയ്തു പോയതാണ്. അല്ലാ, വലിയ പാപമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അല്ലാ, ആഖിറം എനിക്ക് നഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. റബ്ബേ, ഖബറിൽ എനിക്ക് അദാബ് ഉണ്ടാകുമെന്ന് ഞാൻ
ഞാൻ തിരിച്ചറിഞ്ഞില്ല അല്ലാ, എനിക്ക് പറ്റിപ്പോയ അല്ലാ, നീ പുറത്തു നൽകണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ ചെയ്തതാകുന്ന മനുഷ്യൻ ഉടനെ തന്നെ പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അവർക്ക് അല്ലാഹു തൗബ സ്വീകരിക്കുന്നതാണ്, അവരുടെ തൗബയെ അല്ലാഹു കബൂലാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ സമയവും തൗബ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. പകലന്തിയോളം തെറ്റ് ചെയ്ത മനുഷ്യ, നിന്റെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു രാത്രിയിൽ സന്നദ്ധനാണ്. രാത്രി മുഴുവനും തെറ്റുകളിലേക്ക് വ്യാപൃതരായ ചെറുപ്പക്കാരാ, എത്രയോ ലഹരിയുടേതാകുന്ന മാസ്മരികമാകുന്ന ഉപയോഗത്തിലൂടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, സഹോദരാ സഹോദരി, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ. അല്ലാഹു ഇതാ തൗബ ചെയ്യാൻ കാത്തിരിക്കുകയാണ്. നിന്നെ തൗബയെ സ്വീകരിക്കാൻ അല്ലാഹു സന്നദ്ധനാണ്. രാത്രിയിലെ തെറ്റുകൾ ചെയ്ത് നിലകൊള്ളുന്ന മനുഷ്യ, നിന്റെ പാപങ്ങളെ പുറത്തു തരാൻ അല്ലാഹു പകൽ സന്നദ്ധനാണ്. പകൽ തെറ്റ് ചെയ്ത് നിലകൊണ്ട മനുഷ്യ, നിന്റെ പാപങ്ങൾ പുറത്തു നൽകാൻ അല്ലാഹു രാത്രിയിൽ കാത്തിരിക്കുകയാണ്. പടച്ചറപ്പിലേക്ക് നീ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുന്നവനാകണം. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അപരാധങ്ങളും നീ പുറത്തു നൽകണേ അല്ലാ, നീ പുറത്തു നൽകണേ അല്ലാ. അത്താഴ സമയത്തിരുന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവന് അല്ലാഹു പ്രത്യേകമായ പാപമോചനം നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഹൃദയം തെളിയും. സുബൈക്ക് മുമ്പ് തഹജ്ജുദിന്റെ സമയത്ത് ആരാണ് LSD ഉപയോഗിക്കാത്തത്? അതാണ് നമ്മുടെ ചിന്ത. കദുബാബിൻ മറ അല അൻഫിഹി സയ്യിദുനാ റസൂലുള്ളാഹി വൈനൽ ഫാജിറ. തമ്മാടിയായ മനുഷ്യൻ അവൻ തെറ്റിനെ കാണുന്നത് എങ്ങനെയാണ്? അവന്റെ മൂക്കിന്റെ തുമ്പത്തുകൂടി ഒരു ഈച്ച പാറി കളിക്കുന്നത് പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവൻ നിസ്സാരൻ, അങ്ങനെ ആട്ടിയിട്ട് പിന്നെ അവൻ ആ തെറ്റിലേക്ക് എങ്ങനെ രക്ഷപ്പെടും? ഇടയത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവന് പ്രത്യേകമായി പാപമോചനവും സ്വർഗ്ഗവും അല്ലാഹു നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു 70 മറത്തൻ ഔ 100 മറ. ഹദീസിൽ കാണാം 70 പ്രാവശ്യമോ 100 പ്രാവശ്യമോ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നബി തങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് അലദി ചൊല്ലിയിരുന്നു എല്ലാ ദിവസവും. ഞാൻ നിർത്താൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ കാര്യം, ഹൃദയം തെളിയാൻ അതിവിശിഷ്ടരാകുന്ന ശ്രേഷ്ഠരാകുന്ന മഹത്തുക്കളുടെ സാന്നിധ്യം കൊതിക്കണം, അവരോടൊപ്പം ചേർന്നിരിക്കണം. എങ്കിലും നിന്റെ ഹൃദയം തെളിയുമെന്ന് ബഹുമാനപ്പെട്ടതാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് ഉറൂസ് നടത്തുന്നത്? എന്തിനാണ് മഹാന്മാരുടെ പേരിൽ ആണ്ട് കഴിക്കുന്നത്? 10 മിനിറ്റ് നീ അവിടെ വന്നിരിക്കെ, നിന്റെ ഹൃദയം തെളിയും അവരുടെ ചാരത്ത് വന്നിരിക്കുന്നതിലൂടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇരിക്കേണ്ടതിന് പ്രകാരം ഇരിക്കണം. അവരുടെ അടുത്ത് വന്നിരുന്നിട്ട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അവിടെ ഇരുന്ന് കഞ്ചാവ് അടിച്ചു സിഗരറ്റും വലിച്ചുകൊണ്ടിരുന്ന തീരുമാനമാവും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഏറ്റവും വലിയ ഒച്ചപ്പാട് അവിടെ അങ്ങനെയല്ല. ആ മഹാന്മാരുടെ ചാരത്ത് വന്നിരുന്നിട്ട് എന്ത് ചെയ്യണം? അതോടുകൂടി ഗുരുത്വത്തോടുകൂടി ഭവ്യതയോടുകൂടി 10 മിനിറ്റ് വന്ന് സൈലന്റ് ആയിട്ട് നീ വന്ന് ഇരിക്കൻ. അവരുടെ ഒരു തർബീയത്തുണ്ടാകും, അവരുടെ ഒരു തിരുനോട്ടം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിത ചരിത്രത്തിൽ കാണാം 140 പേരെ സദസ്യരെ, തന്റെ മുരീദന്മാരെ, ഏറ്റവും നല്ല സാലിഹീകളാകുന്ന ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് 70 പേരെ വലത്തിരുത്തും, 70 പേരെ ഇടത്തിരുത്തും. വലത്തിരുത്തി 70 പേരിൽ 1 മുതൽ 70 വരെയുള്ള ആളുകളെ ജസ്റ്റ് കണ്ണുകൊണ്ട് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോഴേക്കും അവരൊക്കെ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തും. ഇടത്തുവശത്തിരിക്കുന്നവരെയും അതേപോലെ 1 മുതൽ 70 വരെയുള്ള ആളുകളിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണ് പായിക്കുമ്പോഴേക്കും 70 ആളുകൾ വിലായത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും, വലിയായിട്ടുണ്ടാകും. ഒറ്റ നോട്ടം കൊണ്ട്. അങ്ങനെയൊക്കെ പറ്റുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ പ്രവാചകന്റെ ചാരത്ത് വന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നക മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി പ്രവാചകന്റെ ചാരത്ത് ഒരു സെക്കൻഡ് ഇരിക്കുന്ന മനുഷ്യൻ സ്വഹാബി റളിയല്ലാഹു അൻഹും വറദു അൻഹു, ഏറ്റവും നല്ല ഉന്നതമായ പദവിയിലേക്ക് എത്തിപ്പെടുക. ഒറ്റ സെക്കൻഡ് ഇരുന്നാൽ മതി. വലൗ ലഹളത.
നബി തങ്ങളുടെ അടുക്കൽ വന്നിരുന്നാൽ ആ ഇരുത്തത്തിലൂടെ കിട്ടുന്നതാകുന്ന നേട്ടമാണ്. നബിയുടെ അടുക്കൽ പ്രവാചകരെ കൊണ്ട് വിശ്വസിച്ച് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു കൊണ്ട് വന്നിരിക്കുന്നതാകുന്ന ഒരു മനുഷ്യൻ സ്വഹാബി എന്ന് പറയുന്ന സമുന്നതമായ പദവിയിലേക്ക് ഉയരും. ഏതാണ് സ്വഹാബി? ലാ തമസ്സുന്നാറു മൻ റആനി, എന്നെ കണ്ടിട്ടുള്ള ഒരൊറ്റ സ്വഹാബിയും നരകത്തിൽ കടക്കൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായ? അങ്ങനത്തെ സ്വഹാബി എന്ന് പറയുന്ന ഉന്നത പദവിയിലേക്ക് എത്തിയതിന്റെ കാരണം എന്താ? നബിയോടൊപ്പം സഹവസിച്ചു, സുഹബത്ത് കിട്ടി. സുഹബത്ത് കിട്ടിയവരാണ് സ്വഹാബി. മനസ്സിലാക്കണം. അതുകൊണ്ട് അതിവിശിഷ്ടരാകുന്ന ശ്രേഷ്ഠരാകുന്ന ബഹുന്നരാകുന്ന അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അടക്കമുള്ള മഹാന്മാരെ പോലെയുള്ള മഹത്തുക്കളാകുന്ന ശ്രേഷ്ഠരാകുന്ന സമുന്നതരാകുന്ന ആലിമീങ്ങളോട് വലിയ വലിയ സാദാത്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഹൃദയം തെളിയാൻ കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഹൃദയത്തെ തെളിക്കാനുള്ള ഒരു മാർഗം, അതിന്റെ ഒരു തിരുനാളം തുടങ്ങി വെച്ചിരിക്കുക, ഉറൂസ് തുടങ്ങിയിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.